ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഇന്ന് നമുക്ക് വളരെ സന്തോഷം തുടങ്ങിയ ദിവസമാണ്. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അഞ്ജലി രമേശ് പാർക്കടവ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ 1ാം റാങ്കോടെ വിജയത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ബാങ്കുകളും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ടീം എൻട്രിയുടെ ഭാഗത്ത് നിന്ന് അഞ്ജലിക്ക് ഒരു കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ അഞ്ജലി എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ഈ ഒരു അവസരത്തിൽ, അതായത് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഇന്നൊരു ജീവനക്കാരിയായി മാറിയിരിക്കുകയാണ്, എന്തൊക്കെയാണ് പറയാനുള്ളത്? ആദ്യം തന്നെ അഞ്ജലി, എല്ലാവർക്കും എന്താണ് അഞ്ജലിയെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എല്ലാവരും അറിയട്ടെ. നമസ്കാരം, എൻ്റെ പേര് അഞ്ജലി രമേശ്. ഞാൻ അങ്കമാലിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ വീടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അകലത്തിൽ തന്നെയുള്ള ബാങ്കിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സാഹചര്യം പറയാം. ഈ തവണത്തിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എൻ്റെ അടുത്തുള്ള ഒരുവിധം 6-7 ബാങ്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ഞാൻ നോക്കിയത് ആ ഒരു ഒക്ടോബറിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടാണ്. അതിനുശേഷം ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് നോക്കിയപ്പോൾ എൻട്രി ആപ്പിന്റെ ഒരു പരസ്യം കാണുകയും അങ്ങനെ എൻട്രി ആപ്പിൽ ജോയിൻ അതെ. അപ്പൊ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്തു. വിത്തിൻ 3 months എനിക്ക് ഇതിനകത്ത് കിട്ടി എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ അച്ചീവ്മെന്റ്. അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റും ഞാൻ എൻട്രി ആപ്പിന് തന്നെയാണ്. കാരണം ഞാൻ 10 വർഷമായി ബികോം കോർപ്പറേഷൻ ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരേണ്ടത്. അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ 10 വർഷമായി. വലിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ MBA ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സെയിൽസിലും മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ കോർപ്പറേഷൻ അന്ന് വിട്ടതാണല്ലോ, നമ്മൾ അതിന് ശേഷം ഇതിനെക്കുറിച്ച് അധികം പഠിച്ചിട്ടില്ല. അപ്പോൾ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഈ കോപ്പറേറ്റീവ് എക്സാം അതിൻ്റെ ഒരു പാറ്റേൺ എല്ലാം മനസ്സിലാക്കിയതും അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതും ഒക്കെ ആ സമയം മുതലാണ്. ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് വീട്ടമ്മമാര് ഈ ഒരു ഫീൽഡിലേക്ക് ട്രൈ ചെയ്യുന്നു, അല്ലേ? 90% ആൾക്കാർ ആദ്യം വരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ എൻട്രി ഈ ഒരു സാഹചര്യത്തിൽ അഞ്ജലി സഹായിച്ചത്? എന്നുവെച്ചാല് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് എങ്ങനെയായാലും ഒരു ബ്രേക്ക് വരും, കുട്ടി വന്നു, അപ്പൊ നമ്മള് കുറച്ചൊരു ഗ്യാപ്പ് വന്നു. അപ്പൊ ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല, അപ്പൊ പഠിക്കണം, ഏതിലെങ്കിലും കയറണം എന്നുള്ളൊരു ഇതില് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടച്ച് വിട്ടത് കാരണം നമുക്ക് എങ്ങനെയായാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുമല്ലോ. എനിക്കാണെങ്കിൽ 3 വയസ്സുള്ളൊരു കുട്ടി, ഹസ്ബൻഡിന്റെ അച്ഛൻ, അതിന്റെ ഇത്ര പേരാണ് ഫാമിലി. ഇവരെല്ലാം കാര്യം നോക്കണം, എല്ലാ കാര്യം എങ്ങനെ സമയം കണ്ടെത്തി? അതാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇത് കണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നോക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇത്രയും സമയം കണ്ടെത്തി? കാരണം പറയാം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസ് വൈഡ് ആണ്, അല്ലേ? നമുക്ക് ഒരു JCA ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിലബസ് വൈഡ് ആണ്. കാരണം കോർപ്പറേഷന്റെ ഭാഗത്ത് തന്നെ എന്താണ്, ഫോറിൻ കോർപ്പറേഷൻ പഠിക്കണം, ഇന്ത്യൻ കോർപ്പറേഷൻ പഠിക്കണം, കേരള കോർപ്പറേഷൻ പഠിക്കണം, കോപ്പറേറ്റീവ് ലോ പഠിക്കണം, അക്കൗണ്ടിങ് പഠിക്കണം, ബാങ്കിങ് പഠിക്കണം. ഇതിന്റെ എല്ലാം പുറമെ എന്താണ് ഇംഗ്ലീഷ്, GK, മാത്സ് തുടങ്ങിയ, അല്ലെ, ഏകദേശം ആ ഒരു പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സമയം പഠിച്ചത്? അതെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും നമ്മളിപ്പോ ബാക്കി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇതിലായിരിക്കണം. എങ്ങനെയാണ് ആ സമയം, ഇയാൾ പഠിച്ച സമയം എന്ന് പറയാം, ഏതൊക്കെ ടൈം എങ്ങനെയാണ് സമയം ഉപയോഗിച്ചത്? ഞാൻ അത്യാവശ്യം വേണ്ട വർക്കിന് വെച്ച് ബാക്കി കംപ്ലീറ്റ് സമയം ഇരുന്ന് പഠിക്കും. അപ്പൊ 3 മാസം ക്രാക്ക് ചെയ്തത് എങ്ങനെയാന്നുള്ളതാണ് ചോദ്യം. അപ്പോ ആദ്യത്തെ 2 മാസം കംപ്ലീറ്റ് നോട്ട് പ്രിപ്പറേഷൻ. അപ്പോൾ രാത്രി ഒരു 3 മണി 4 മണി രാവിലെ വരെ ഇരുന്ന് ഒറ്റയടിക്ക് നോട്ട് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടന്റായി. അപ്പോൾ നമുക്ക് ഒരു ടീച്ചറല്ല, 2 ടീച്ചർ, 3 ടീച്ചേഴ്സിന്റെ വരെയുള്ള കണ്ടന്റ് അവൈലബിൾ ആണ്. എൻട്രി അപ്പൊ നമ്മൾ ഒരു ടീച്ചറിന്റെ കണ്ടിട്ട് നമുക്കത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത് നോട്ട് നോക്കാം. അപ്പൊ എല്ലാവരുടെയും കണ്ട് നമ്മളൊരു നോട്ട് സെറ്റ് ആക്കി. ആദ്യത്തെ 2 മാസം എടുത്തു അതിന്, കാരണം എല്ലാം വേണമല്ലോ. അപ്പൊ നോട്ട് പ്രിപ്പയർ. അതിന് ജനുവരിയിലാണ് എക്സാം. ഡിസംബർ ആയപ്പോൾ നമ്മള് എൻട്രി ആപ്പിൽ നമുക്ക് ഓരോരുത്തർക്കും മെന്റർ കിട്ടും. ആരായിരുന്നു മെന്റർ? കാരണം നമ്മുടെ ഏറ്റവും വലിയ എൻട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ മെന്റർ ഉണ്ട്, അല്ലെ? നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാര്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ക്ലിയർ ചെയ്യാം, അല്ലെ? അപ്പൊ മെന്റർ ആരായിരുന്നു? എന്താണ് മെന്ററിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എൻട്രി ആപ്പിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 6 monthsലേക്ക് ഡേ ടു ഡേ എങ്ങനെ ചെയ്യണം എന്നുള്ളതും അവൈലബിൾ ആണ്. ടൈം ടേബിൾ അവൈലബിൾ ആണ്, ഓരോ ദിവസം പഠിക്കേണ്ട കാര്യം. ഓരോ ദിവസം. ഇതൊന്നും കൂടാതെ നമുക്ക് ഒരു ടോപ്പിക്കിന് തന്നെ 3-4 സാറുമാരുടെ ക്ലാസ്സസ് റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം ലൈവ് ക്ലാസ്സസ് രാത്രി ഉണ്ടാവുകയും ചെയ്യും. എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളെല്ലാം എടുക്കണം. റെക്കോർഡഡ് ക്ലാസ് നോക്കണം, ലൈവ് ക്ലാസ്സസിൽ കയറണം, പിന്നെ സ്റ്റഡി കാർഡ്സ് ഉണ്ട് അത് പഠിക്കണം, പിന്നെ ഡെയിലി പ്ലാൻ ഉണ്ട് അതും കവർ ചെയ്യണം. ഇതെല്ലാത്തിനും കൂടി നമുക്ക് മോർണിംഗ് ടൈം യൂസ് ചെയ്യാം. നൈറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ക്ലാസ്സസ് നൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ നൈറ്റ് ക്ലാസ് വരുമ്പോൾ ഇത് മുഴുവൻ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഡയറക്റ്റ് എല്ലാ ദിവസവും നിങ്ങൾക്ക് രാത്രി ലൈവ് ക്ലാസ് ഉണ്ട്, അല്ലേ? കാരണം നിങ്ങളുടെ പഠിച്ച ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള അവസരമാണ്. അതും കഴിഞ്ഞിട്ടൊരു 10 to
12 അല്ലെങ്കിൽ 11:30 ഉറപ്പായിട്ടും നമുക്കൊരു മെൻറ്റർഷിപ്പ് ഉണ്ട്. നമുക്ക് ഒരു ഗ്രൂപ്പിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് നമ്മുടെ മെൻറ്റർ നിഷ മാം ആയിരുന്നു, മിസ് ക്ലാസ് എടുക്കും. അത് നമ്മൾ ട്യൂഷനൊക്കെ എടുക്കില്ലേ ചെറുതിലെ, അതുപോലെ നമുക്ക് എന്താ പറയുക, അത്ര അപ്രോച്ചബിൾ ആണ്. എന്ത് ചോദിച്ചാലും നമുക്ക് അത് പറഞ്ഞു തന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യിച്ച് ചെറിയ കുട്ടികളെ നമ്മളെങ്ങനെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ അപ്പം നമുക്ക് ട്രാക്കിലാവാൻ പറ്റും. ഇതുവരെ നമ്മൾ എത്ര നാൾ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യും, നമ്മൾ കണ്ടന്റ് പെട്ടെന്ന് നമ്മുടെ രജിസ്റ്റർ ആയി. അപ്പൊ അതെല്ലാ ഡെയിലി ബേസിസിലുണ്ട്. അപ്പൊ ഇതൊക്കെ എക്സ്ട്രാ കിട്ടുന്നതാണ് നമുക്ക്. അതല്ലാതെ ശരിയാണ്, നിങ്ങൾക്ക് ഓൾറെഡി ലൈവ് ക്ലാസ്, അതിന് പുറമെ മെന്ററിന്റെ ക്ലാസ്. അപ്പൊ മിസ് വന്നിട്ട് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഓൾറെഡി നമുക്ക് പഠിച്ചു കഴിഞ്ഞല്ലോ. അതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിലെയും ഇതിനു മുന്നേ എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് പറഞ്ഞു തരും. അത് ഡെയിലി ബേസിസിൽ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നാലും ഇതൊക്കെ എക്സ്ട്രാ കിട്ടുന്നതാണല്ലോ, ഇടയ്ക്ക് ബ്രേക്കും വരും. എന്നാലും നമുക്ക് എപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും മിസ് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് എൻട്രിയിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ സ്റ്റഡിയിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണമെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട്, അപ്പോൾ അങ്ങനെയും നമുക്ക് ഡെയിലി ബേസിസിൽ. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളതെല്ലാം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണില്ലല്ലോ. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഗ്രൂപ്പ് വരുമ്പോൾ മനസ്സിലാവും മറ്റുള്ളവർ എത്ര ഉണ്ട്, നമ്മൾ അവരെത്ര എത്തിയിട്ടുണ്ടോ അവരിലേക്ക് എത്തണമല്ലോ. അപ്പൊ നമുക്ക് പിന്നെ ഒരു ഇൻപുട്ട് കൂടും. അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കിട്ടിയ ഒരു 10-12 കുട്ടികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു 12 കുട്ടികളുണ്ട് നമ്മൾ. അപ്പൊ അതിനകത്ത് എന്താ പറയാ, മലപ്പുറത്തുനിന്നൊരു താഹിറ, പിന്നെ തിരുവനന്തപുരത്ത് കൊല്ലം വീണ, പിന്നെ ശില്പ, രഹന, റോഷിനി, അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഫുൾ ടൈം ഇത് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് വാട്സപ്പ് കോളിൽ. അപ്പോൾ നമ്മൾ സംശയം വരുന്നത് ഇവർക്ക് ആർക്കും അറിയില്ലാത്ത സംശയം നമ്മൾ മിസ്സിനോട് ചോദിക്കും. മിസ് അത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എൻട്രി ആവില്ല, വലിയ സാറുമാരുണ്ടല്ലോ, പിന്നെ അവരോട് ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ മോഡൽ എക്സാംസ് അല്ലേ, ഒരു പരിധി വരെ നിങ്ങളെ സഹായിച്ചു. കാരണം CSEB ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നുണ്ട് സെയിം ചോദ്യങ്ങൾ തന്നെ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച അതേ പാറ്റേണിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എൻട്രി ആപ്പിൽ നമ്മളിപ്പോൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ എൻട്രി ആപ്പിൽ വരുന്ന എല്ലാ കണ്ടന്റ്സും എല്ലാം മോഡൽ എക്സാം ഉണ്ട്. 2018 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു വർഷം 4 എക്സാം വരുന്നുണ്ട്, സെക്രട്ടറി വരുന്നുണ്ട്. അപ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 1 ഇയറിൽ തന്നെ വരും. അപ്പോൾ 2018, 2019 അങ്ങനെ ഓരോ വർഷം എടുക്കുമ്പോൾ ഇത്ര ക്വസ്റ്റ്യൻ പേപ്പർ അതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. നമ്മളിത് ചെയ്ത് നോക്കണം എന്നുള്ളതേ ഉള്ളൂ. അവർ തന്നെ നമ്മളെ അനലൈസ് ചെയ്ത് നമ്മൾ എത്രമാത്രം ഇനി ഇൻപുട്ട് ഇടണം എന്നുള്ളത് സ്കോർ കാർഡും ഉണ്ട്, എല്ലാം കിട്ടും. നമ്മളിത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ സമയം കണ്ടെത്തുന്നതും ഇതിനൊരു ഫാക്ടർ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഒരു 1-2 മണിക്കൂറിൽ എല്ലാ പണിയും തീർത്ത് വയ്ക്കുക. കണ്ടിന്യൂസ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കുമ്പോഴും നമ്മളൊരു ഹെഡ്സെറ്റ് ചെവിയിൽ വെക്കുക. റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡിയിൽ ആരെങ്കിലും കൊണ്ട് ക്ലാസ് അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫുൾ ടൈം ഫുൾ ടൈം നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം ടൈം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. എക്സാമിനോട് അടുപ്പിച്ച് അതുവരെ നമുക്കൊരു 3 മണി 4 മണിയൊക്കെ രാവിലെ വരെ ഇരുന്ന് നോട്ട് ഉണ്ടാക്കി പഠിക്കും. എക്സാമിനോട് ഒരു മാസം നോർമൽ ലൈഫ് ഇട്ട് വരണം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ അഞ്ജലി ചെയ്തിരിക്കുന്ന പോലെ എന്താണ്, നോട്ട്സ് പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മുടെ എൻട്രി തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ റിസോഴ്സും ഉണ്ട്. പല അധ്യാപകരുടെ ക്ലാസ് ഉണ്ട്. എല്ലാ രീതിയിലും എന്താണ് പറയുക, ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, മെൻറ്റർഷിപ്പ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് എന്താ പറയുക റിസോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അഞ്ജലി പറയുന്നുണ്ട് അല്ലേ, അതിന് നോട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ആയിരുന്നു നമ്മുടെ വിജയത്തിൻ്റെ പ്രധാന പങ്കെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാം ഒരുപാട് കുട്ടികൾ, കാരണം ഈ ഒരു CSEB എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കാര്യം വെച്ചാൽ കുറേ ആൾക്കാർ ആദ്യം നല്ലൊരു ഊർജ്ജത്തോടെ വരും. എസ്പെഷ്യലി വീട്ടമ്മമാരെ തന്നെയാണ് നമ്മൾ കൂടുതൽ പറയുക. അവർ ആദ്യം നല്ലൊരു ഊർജ്ജമാണ്, പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും, കാരണം നമുക്കറിയാം എങ്ങനെ ഒരു 3 മാസമെങ്കിലും പ്രോപ്പറായിട്ട് ചിട്ടയോടെ പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് ഒരുപാട് ആൾക്കാർ എഴുതുന്നതാണ്. കാരണം പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ആ ഒരു വർഷങ്ങൾക്ക് മുമ്പൊക്കെ, അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 58, 59, 60 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. 80-ൽ ഒരു 60 മാർക്ക് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കറിയാം, ഓരോ എക്സാമുകൾ കഴിയും തോറും കട്ട് ഓഫിൽ നല്ല രീതിയിലുള്ള ഒരു വേരിയേഷൻ അല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ 58, 59, ഈവൻ ഒരു 60 എന്ന് പറഞ്ഞൊരു മാജിക്കൽ നമ്പറായിരുന്നു അല്ലെ, 60 മാജിക്കൽ നമ്പർ. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് 58 ആണ്, അതിനങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതൊരു മാജിക്കൽ നമ്പറായിരുന്നു പണ്ടല്ലേ. 2 വർഷം മുമ്പ് ഒരു 60 ഒരു മാജിക്കൽ നമ്പർ ആയിരുന്നെങ്കിൽ ഇന്ന് 60 അല്ല, 63, 64 ആ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്ലേസ്ഡ് ആകാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു 60 മാർക്ക് പഠിച്ചാൽ ചിലപ്പോൾ ലിസ്റ്റിൽ വരാം, പക്ഷെ കിട്ടണം എന്നുള്ളത് ഒരു എന്താ പറയുക, മേ ബി അങ്ങോട്ടും ഇവിടെ മാറിപ്പോവാം. പക്ഷെ എപ്പോഴും ഒരു ജനറൽ കട്ട് ഓഫിനെക്കാട്ടിലും ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്ക് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേസ്ഡ് ആകാൻ പറ്റൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, പഞ്ചില് പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ എന്താണ്, ഈ ഒരു CSEBയുടെ പാർട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് മാക്സിമം കിട്ടുന്ന സമയം എത്രയാണോ
അത് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ എല്ലാവർക്കും 10 മണിക്കൂർ കിട്ടണമെന്നില്ല, അല്ലെ 15 മണിക്കൂർ കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കുണ്ട്, വീട്ടമ്മമാരുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളത് നിങ്ങൾ അല്ലെ അവർക്ക് കിട്ടുന്ന മാക്സിമം സമയം, അതിപ്പം ഇത്ര സമയം എന്നല്ല, 5 മണിക്കൂറിന്ന് 3 മണിക്കൂറിന്ന് അങ്ങനെയല്ല, നമുക്ക് എത്ര മണിക്കൂർ കിട്ടുന്നു അതെല്ലാം മാക്സിമം നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ പറഞ്ഞ പോലെ ആദ്യം നമ്മളൊരു സ്റ്റഡി കാർഡുകൾ നമ്മൾ ഓൾറെഡി ഇവിടുന്ന് അവൈലബിൾ ആണ്, നമ്മുടെ ആപ്പിലൊക്കെ അവൈലബിൾ സ്റ്റഡി കാർഡിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബസ്സിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്റ്റഡി കാർഡ്സുകൾ നമ്മളിവിടെ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ട എന്താ ക്വസ്റ്റ്യൻസുകൾ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാ ദിവസവും അവൈലബിൾ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ മെൻറ്ററിൻ്റെ എന്താ പറയുക ഡിസ്കഷൻ അവൈലബിൾ ആണ്. ഇന്റർവ്യൂവിനുള്ള കോച്ചിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ പൊതുവേ നമ്മൾ കാണുന്നത് എന്താണ്, പല സ്ഥാപനങ്ങളിലും പരീക്ഷയുടെ ആ ഒരു ലിസ്റ്റിലേക്ക് വരും അല്ലെ, ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഒരാൾ ലിസ്റ്റിൽ, അതായത് അഡ്മിഷൻ എടുത്താൽ പഠിപ്പിച്ച് ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ. കാരണം ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പയോടെ ചില കുട്ടികളുണ്ട് നമ്മൾ കാണുന്നതാണ്, എന്താണ് എല്ലാം പഠിക്കുന്നു, ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് അതിനുള്ള ആൻസർ പറയാൻ എന്താണ് പറയുക, ഒരു ടെൻഷൻ. കാരണം നമുക്കറിയാം, കാരണം ഒരു 15 അംഗ ബോർഡിനെ നമ്മളോട് ചെല്ലുമ്പോൾ അല്ലെ, ഒരു 15 അംഗ ബോർഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യണം. അവിടെ എന്ത് ചെയ്യും, ഓരോരുത്തരും പല രീതിയിൽ നമ്മളോട് ചോദിക്കാം. അവിടെ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് പുസ്തകത്തിനുള്ള അറിവുകൾ മാത്രം പോരാ. കാരണം അവരുടെ ചില ചോദ്യങ്ങൾ എങ്ങനെ നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പ്രധാനപ്പെട്ടതായിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ, അതായത് പരീക്ഷയിൽ ലിസ്റ്റിൽ വന്നു, ആദ്യത്തെ ഒരു 80% കടമ്പ കംപ്ലീറ്റ് ആയി. ഇനി 20%, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ശതമാനം നെക്സ്റ്റ് വരുന്ന 20% ആണ്, അത് ഇന്റർവ്യൂവിനാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇന്റർവ്യൂവിന് ഞാൻ ഓർക്കുന്നുണ്ട്, അഞ്ജലിക്കൊക്കെ കോച്ചിങ് തന്നതും ആദ്യമൊക്കെ നമ്മുടെ എന്താണ് അത് മോക്ക് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്തതും അവസാനം 2-3 സെഷൻ കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ നല്ല രീതിയിൽ. കാരണം നമ്മളെപ്പോഴും പറയാണ്ടായി, കാരണം അഞ്ജലിക്ക് എന്താണ് ആദ്യത്തെ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു ഇതൊക്കെയായിരുന്നു എങ്ങനെയാണ്. പക്ഷെ 1-2 സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആള് നല്ല കോൺഫിഡന്റ് ആയി, എങ്ങനെ നമ്മൾ ആൾക്കാരെ നോക്കാനോ അല്ലെ, അവരുടെ ഐ കോൺടാക്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളെടുത്തു. ഇപ്പൊ എന്താണ് ഇന്റർവ്യൂവിനെ പറ്റി നമ്മുടെ കോച്ചിങ്ങും അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും വളരെ എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. എങ്ങനെയാണ് ഇന്റർവ്യൂവിന്റെ കാര്യം? മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എൻട്രി എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളത് ഈ കേസിലാണ്. കാരണം 2 കേസ്, ഒന്ന് മെന്റർഷിപ്പ്, വേറെ എവിടെ ഇത്രയും ഒരു മെന്റർഷിപ്പ് അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇന്റർവ്യൂ കോച്ചിങ്, നമ്മൾ എക്സാം എങ്ങനെ ക്ലിയർ ചെയ്ത് ലിസ്റ്റിലാകുന്നു എന്നുള്ളത് വരെ ഉള്ളൂ ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കടം. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ട്രെയിനിങ് തരുന്നുണ്ട്. ഇന്റർവ്യൂ ട്രെയിനിങ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ ഒരു 15 മാർക്സ് ഇതിന് സ്കോർ ചെയ്യണം. അതിന് നല്ല എഫേർട്ട്, അത് പഠിക്കുന്ന പോലെ തന്നെ എഫേർട്ട് ഇടണം. കാരണം ഇത്രയും കുറേ ചോദ്യങ്ങൾ ചോദിക്കും, പണ്ടത്തെ പോലെ അല്ല ജസ്റ്റ് എന്തെങ്കിലും ചോദിച്ച് വിടുകയല്ല. ഇന്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, ക്യാച്ചിങ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല, ഒരു പബ്ലിക്കിൽ സംസാരിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരാൾക്കാണെന്ന് വെച്ചാൽ എളുപ്പം അത് ബുദ്ധിമുട്ടാണ്. അറിയണതാണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എക്സാം ഈ ഇന്റർവ്യൂവിന് പോകുന്ന ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മോക്ക് ഇൻ്റർവ്യൂസ് എൻട്രി അവൈലബിൾ ആക്കി തരുന്നുണ്ട്. അത് നമ്മളത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളതിന് പ്രിപ്പയർ ചെയ്ത് അതിൽ പങ്കെടുക്കുകയാണ് വെച്ചാൽ അത് നമ്മുടെ ഭാഗത്ത് എഫേർട്ട് വേണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പറയേണ്ടത് നമ്മളാണല്ലോ. അപ്പോൾ മെന്റർഷിപ്പ് അതിലും കൂടി ഉണ്ട്. ഇന്റർവ്യൂവിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇന്റർവ്യൂ നല്ല രീതിയിൽ ഞാൻ ഓർക്കുന്നു അഞ്ജലി വളരെ നല്ല രീതിയിലാണ് മോക്ക് ഇന്റർവ്യൂസിനൊക്കെ ആദ്യത്തെ സെക്ഷനൊക്കെ വെച്ച് നോക്കും. പിന്നീട് നല്ല കോൺഫിഡന്റ് ആണ്, പന്തി ചോദിച്ചാലും പറയാൻ. അപ്പം നമ്മൾ പറയും ചോദ്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ആദ്യം സാറ് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാമെന്നെങ്കിൽ പോലും പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ സാറ് നമുക്ക് മെന്റർഷിപ്പ് ആണല്ലോ, അത്രയും പേടിക്കണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് പ്രാക്ടീസ് സെഷനിൽ കൂടി നമുക്കത് കിട്ടും. അത് എൻട്രിയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ അതും നമ്മുടെ ഒരു ബെനിഫിറ്റ് ആയിരുന്നു അല്ലേ. നല്ല രീതിയിൽ എന്താണ് പറയുക, ഇന്റർവ്യൂ ബോർഡിനെ ക്യാച്ച് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി അഞ്ജലിക്ക് നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്? കാരണം പല ആൾക്കാർ ഇന്ന് എന്താണ് വരുന്നു, അവർ പോകുന്നു, ഒരു 58 മാർക്കിൻ്റെ വരുന്നു അല്ലെങ്കിൽ 55 വരുന്നു, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. അതാണ് അവരുടെ ഒരു മെന്റാലിറ്റിയാണ്. കാരണം അവർ പറയുന്നത് സാറേ പറ്റുന്നില്ല, അല്ലെങ്കിൽ 58 മാർക്കിൽ ഒപ്പിച്ച് വരുന്നു, ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു, പക്ഷെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. ഇപ്പം ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ എന്താണ് ഇവരോട് പറയുന്നത്? എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് പല രീതിയിലുള്ള കുട്ടികളുണ്ട് അല്ലേ. എന്താ പറയുക, HDC കഴിഞ്ഞൊരു കാണും, JDC കഴിഞ്ഞൊരു കാണും, BCom കോർപ്പറേഷൻ കഴിഞ്ഞൊരു കാണും, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക പഠിച്ചതിന് ശേഷം ഇപ്പം അഞ്ജലി പോലെ 10 വർഷം 10 ഗ്യാപ്പ് വന്നിട്ട് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പം ഇവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എങ്ങനെ പഠിച്ചാൽ? കാരണം ഒരു ആദ്യം തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒരു ലക്ഷ്യമാണ് അല്ലേ, ജോലി കിട്ടണം അല്ലെ, ജോലി വേണം എന്നുള്ള ഒരു അതിയായ മോഹം വേണം, പിന്നീട് അതിനെ കഷ്ടപ്പെടണം അല്ലേ. ഞങ്ങളെ ഓർക്കുന്ന അഞ്ജലിക്കാട് ആദ്യം പറയുമ്പോൾ അത് തന്നെയാണ്. അത് നമ്മളെപ്പോഴും പറയുന്നത് നമുക്കൊരു ലക്ഷ്യം വേണം, ജോലി മേടിച്ചെടുക്കും അല്ലെ, ജോലി കിട്ടും എന്നൊരു കോൺഫിഡൻസ് വേണം. അപ്പോൾ എങ്ങനെയാണ് വിജയിച്ചു വന്നത്? കാരണം ആ ഒരു ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എല്ലാവർക്കും ഒന്ന് പറയുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. 120 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കോപ്പറേറ്റീവ് CSEB നടത്തുന്ന എക്സാമിനുള്ളത്. അപ്പോൾ നമ്മൾ PSCക്ക് ആണെങ്കിലും വേറെ ഒന്നിനും ഇത്രയും
ക്വസ്റ്റ്യൻസ് വരുന്നില്ല. അപ്പം നമുക്ക് ഇത്രയും 2 മണിക്കൂറിനുള്ളിൽ ഇത് ക്രാക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് മാത്സ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, GK വരുന്നുണ്ട്. നമുക്ക് അത്രയും നോളജ് ഉണ്ട്. ഇത് മുഴുവൻ നമുക്ക് ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു 20 ക്വസ്റ്റ്യൻസിൽ, ഇത് മൂന്നിലും 20 ക്വസ്റ്റ്യൻസിൽ ഒരു 15 അബോവ് ഈ 3 സബ്ജക്റ്റിനും വേണം, ഇംഗ്ലീഷിനും മാത്സിനും GKക്കും. 100 ക്വസ്റ്റ്യൻസ് ആണ് കോപ്പറേഷൻ വരുന്നത്. അതിനൊരു 85 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഈ ഒരു സ്ട്രാറ്റജി വെച്ച് വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ, എങ്കിലാണ് നമുക്കൊരു 64-65 എത്തുള്ളൂ. അതെ, ചില പല കുട്ടികളും പറയുന്നുണ്ട് ഇംഗ്ലീഷ് പാടാണ് അല്ലെ മാത്സ് പാടാണ്. അപ്പൊ അവരെന്ത് ചെയ്താൽ പഠിക്കുന്നില്ല, GK പാടാണ്. നമ്മൾ പൊതുവെ കണ്ടുള്ള പ്രശ്നമാണ്. കോപ്പറേഷൻ സ്ട്രോങ് ആണ് വെച്ചാൽ കോപ്പറേഷനിൽ തന്നെ നമ്മൾ എഫേർട്ട് ഇട്ടാൽ കിട്ടില്ല. ബാക്കി എവിടെയാണോ നമ്മൾ വീക്ക് അത്ര തന്നെ അതിന് എഫേർട്ട് ഇടാം. അതിന് നമ്മൾ വൈഡായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ഡിസ്കസ് ചെയ്ത് ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്താൽ മതി. എല്ലാവരും തോക്കുന്നത് അവിടെയാണ്. ശരിയാണ്, എല്ലാവരും 40-42 ഇവിടെ കിട്ടും. പക്ഷെ അപ്പുറത്ത് 12, 15, 16 ഒതുക്കി. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഇപ്പം 5 രൂപ സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് GK മാത്സ് ഒരു 22-23 മാർക്ക് മേടിക്കാം. ഇപ്പൊ 42-43 മാർക്ക് മേടിക്കാം. മാത്സ് പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത 20 ഒരു 90, മാക്സിമം 17 എങ്കിലും എല്ലാ കുട്ടികൾക്കും കിട്ടും. അത്രയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ചെയ്താൽ മതി. ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കിയാൽ മതി. GK എങ്ങനെയായിരുന്നു? GK എന്ന് വെച്ചാൽ നമ്മളിപ്പോ എത്ര പഠിച്ചാലും കടലാണ്. കാരണം നമുക്കറിയാം കടലാണ്, അവർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇപ്പൊ ഒരു ഗ്രീൻ റവല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രേ റവല്യൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺ കംപ്ലീറ്റ് പഠിക്കാം. സോളാർ സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ സോളാർ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് പഠിക്കാം. അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കുക, വൈഡായിട്ട് പഠിച്ചു പോവാതെ. നിലവിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ചോദിച്ച ടോപ്പിക് ഏതാണോ ആ ഭാഗം നോക്കുക. അങ്ങനെ നോക്കി നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഈ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രീവിയസ് വന്നതും വരാൻ സാധ്യതയുള്ളതും ഓരോ കുട്ടികൾക്കും ഓരോ പോർഷൻ കവർ ചെയ്ത് പഠിച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടും. ഓക്കെ അപ്പൊ എല്ലാവരും അതൊരു നല്ല കാര്യമാണ് അല്ലേ? കാരണം നമുക്ക് അത്യാവശ്യം ഒരു എന്താണ് GK ആണ് പൊതുവെ എല്ലാവരും വീക്കായിട്ട് വരിക. പൊതുവെ 90%-95% കുട്ടികൾ എക്സാമിന് ഞങ്ങൾ അങ്ങനെ പഠിച്ചത് 15ഓളം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. 7 മാർക്കോളം കിട്ടിയവർ. ഓക്കെ, വളരെ നല്ല കാര്യം. കാരണം നമ്മളെപ്പോഴും കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾ മിനിമം ഒരു 5 അല്ലെങ്കിൽ 6 മാർക്കെങ്കിലും അവിടെ പിടിക്കണം, അവിടെ കിട്ടണം. കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കുക, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ആ കാറ്റഗറി ക്വസ്റ്റ്യൻസ് നോക്കുക. അതല്ലാതെ വൈഡായിട്ട് ഇപ്പം നമ്മൾ റിനൈസൻസ് എടുക്കുകയാണെങ്കിൽ VT ഭട്ടതിരിപ്പാടിൻ്റെയും അതല്ലെങ്കിൽ കല്ലുമാല സമരം ഒക്കെ വരുന്നുള്ളൂ. അത് മാത്രം പഠിക്കുക, ബാക്കി ഫുൾ കവർ ചെയ്യണേനും സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറയുന്ന ടോപ്പിക് അതിപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ എന്താ പറയുക, അഞ്ജലി ഉപയോഗിച്ച ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഉപയോഗിച്ച എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോപ്പിക്ക് അതിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കും അല്ലേ? കാരണം എസ്പെഷ്യലി GKയുടെ കാര്യം വരുമ്പോൾ അവർ ചോദിച്ച പാർട്ട് ഏതാണോ അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും പഠിച്ചു. ഓക്കെ, നല്ല കാര്യം. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഇംഗ്ലീഷ് പിന്നെ എനിക്കൊന്നും വലിയ പ്രശ്നം വരില്ല. ഏകദേശം 15ഓളം ടോപ്പിക്കുകൾ അല്ലെ, ഫോൺ കോഡുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് പിന്നെ വലിയ സീൻ വരുന്നില്ല. പിന്നെ നമ്മുടെ സബ്ജക്റ്റുകളിലേക്ക് വന്നാൽ നമ്മുടെ കോർ സബ്ജക്ട് ഓരോ സബ്ജക്റ്റിനെ കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ, എങ്ങനെയാണ് ലോയുടെ അതെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു തന്നെ പഠിക്കണം. കാരണം 3 months നമ്മൾ ഇത് എത്ര പ്രാവശ്യം കേൾക്കണം എന്നുള്ളത്. കാരണം അത്രയും തറവാണെങ്കിൽ ഓരോ സെക്ഷൻ റൂൾ വൈസ് അതുപോലെ തന്നെ. അപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവർക്കും ഇതുപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ജോലിക്ക് പോകുന്നവർ അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കാം അന്നത്തെ ദിവസം ഇതിങ്ങനെ അവർ റിവൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ കേട്ട് രജിസ്റ്റർ ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴേക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് ഇത് ഇങ്ങനെ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ബേസിസ്. എപ്പോഴും നമ്മളൊരു PYQ ബേസ്ഡ് ആയിരുന്നു അല്ലേ? ഒരു പരിധി വരെ എല്ലാം നല്ല PYQ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. 2018 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നോക്കുന്നുണ്ട്, സെക്രട്ടറിയും എല്ലാം. ഓക്കെ, അപ്പം കോപ്പറേറ്റീവ് ലോ പൊതുവെ കുട്ടികൾക്ക് സബ്ജക്റ്റിലൊരു പണി തരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലോ ആണ്. പക്ഷെ വലിയ പ്രശ്നമില്ല, കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ഏരിയ. കാരണം ഏറ്റവും അതിന്റെ പ്രത്യേകത പറയാൻ തന്നെ എന്താണ്, നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോന്നിൽ സ്ട്രോങ് ആയിരിക്കും. കുട്ടി ലോ പക്കയാണ്, ഞാൻ GK മാത്സ് എനിക്ക് സ്ട്രോങ് ആണ്. അപ്പൊ എല്ലാ കാറ്റഗറിയും വരുമ്പോൾ അവർക്ക് അവരുടെ ഇൻപുട്ട് ആ ഗ്രൂപ്പിൽ കൊടുക്കാൻ പറ്റും. എല്ലാവരും അതിനകത്ത് കയറി വരും. ഒരു ടീമായിട്ടുള്ള സംഭവമാണ്. ടീം മിസ് ഉണ്ട്, മെന്റർഷിപ്പിന് മിസ് ഉണ്ട്. ഇപ്പൊ കോർപ്പറേഷനിൽ മിസ് അതുപോലെ തന്നെ പാരലായിട്ട് ഒരു 10 മുതൽ 12 വരെ മിസ്സും അതേ എഫേർട്ട് ഇട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ കോപ്പറേറ്റീവ് ലോ വലിയ സീൻ ഇല്ലായിരുന്നു. കാരണം അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറി, ഒരു കഥ പോലെ അല്ല, ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ഒരു സംഘത്തിന്റെ രജിസ്ട്രേഷൻ അങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യം മാർക്ക് കിട്ടും. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലും പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് എല്ലാ മാർക്കും കിട്ടും അല്ലെ? ഒന്നും ഔട്ട് ഓഫ് സിലബസ് കോപ്പറേറ്റീവ് ലോയിൽ വരില്ല. ഓക്കെ, പിന്നെ ബാങ്കിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ബാങ്കിങ്ങും ഇതുപോലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടി വരുന്നതാണ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ടും ബാങ്കിങ് ഏരിയ എന്നുള്ളത് പഠിക്കേണ്ടി വരും. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ എൻട്രിന്ന് തരുന്നത്
കറക്റ്റായിട്ട് അതും ഫോളോ ചെയ്യണം. അതൊന്ന് ഫോളോ ചെയ്യണം. അത് എല്ലാവരും മിസ്സാവുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പോയാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോകും. എല്ലാം ഒരുപോലെ തന്നെ ക്ലാസ് ഒറ്റണം മിസ്സാക്കാതെ ടീച്ചേഴ്സ് പറയുന്നത് കണ്ടന്റ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ റെഫർ ചെയ്ത് പറഞ്ഞുതരാം. അവർ പറയുന്നത് തെറ്റില്ല, നമ്മൾ കണ്ടുപിടിക്കുന്നേക്കാളും. അപ്പോൾ എൻട്രി ബാങ്കിങ് അങ്ങനെ കുഴപ്പമില്ല, അത്യാവശ്യം ക്ലാസ്സുകൾ കണ്ട് ബാങ്കിങ്ങും അല്ലാത്ത മോഡേൺ ബാങ്കിങ്ങും വലിയ പ്രശ്നമില്ലാതെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. എങ്ങനെയുണ്ട് അക്കൗണ്ടൻസി? പൊതുവെ കുട്ടികൾ എപ്പോഴും ചോദിക്കും സാറേ അക്കൗണ്ടൻസി അത് ഇച്ചിരി പാടുണ്ട്, കാരണം പല ഭാഗത്തുനിന്ന് കാണുന്ന കുട്ടികളുണ്ട് അല്ലേ. എല്ലാവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണമെന്നില്ല, HDC എടുത്ത് വരുന്നവരുണ്ട്. അപ്പോൾ അത് കുറച്ച് അതേ കിട്ടുള്ളൂ. പ്രോബ്ലംസ് ഒന്നും ചോദിക്കുന്നില്ല. എന്നാൽ അക്കൗണ്ടൻസിയുടെ കാര്യങ്ങളും കൂടെ ഒന്ന് പറയുവായിരുന്നെങ്കിൽ എല്ലാവർക്കും അത് അക്കൗണ്ടൻസി ഇതുപോലെ തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അക്കൗണ്ടൻസിയുടെ ബേസ്. ഒരു 10 ക്വസ്റ്റ്യൻസ് വരികയാണെന്ന് വിചാരിക്കുക, അതിനകത്ത് ഒരു 7 ക്വസ്റ്റ്യൻസും ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിൽ വരുന്ന ആ സ്ട്രക്ചറിനുള്ള വേരിയേഷനും ഉള്ളൂ, ടോപ്പിക് അത് തന്നെ. പിന്നെ പ്രോബ്ലംസ് വളരെ റയർ ആയിട്ട് വരാറ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കുറെ റേഷ്യോസ് അല്ലേ, കുറച്ച് ഒന്ന് രണ്ട് കാര്യം അക്കൗണ്ടിന് ചോദിക്കാറ്, വലിയ പ്രശ്നമില്ല, നമുക്ക് അതും ട്രാക്ക് ചെയ്യാം. അതും നമ്മൾ വൈഡായിട്ട് അക്കൗണ്ടൻസി കവർ ചെയ്യാതെ വന്നത് ഏതാണോ ആ പോർഷൻ. ഇപ്പോൾ ഡിസോണ്ടർ ഓഫ് ഇത് വരികയാണെന്ന് വിചാരിക്കുക, അത് പഠിക്കുക. കൺസൈൻമെന്റ് അക്കൗണ്ടിങ് വന്നിട്ടെന്ന് വിചാരിക്കുക, അതിന്റെ പഠിക്കുക. ഏതാണോ വന്നിട്ടുള്ളത് ആ ഏരിയ കംപ്ലീറ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ അങ്ങനെ അക്കൗണ്ടൻസി എല്ലാവരും ഒരു ചോദിച്ചിട്ട് ചോദിക്കുന്ന അക്കൗണ്ടൻസിയുടെ ഉത്തരം കിട്ടി. നമ്മൾ PYQs നോക്കുക. അത്യാവശ്യം ആ ടോപ്പിക്സ് വലിയ വൈഡായിട്ടുള്ള ടോപ്പിക്സ് ഒന്നുമില്ല. പണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രം ഫിനാൻഷ്യൽ അക്കൗണ്ട് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ വലിയ സീനില്ല. റേഷ്യോസ് അക്കൗണ്ട് ബേസിക് ചോദ്യങ്ങളാണ് വരിക അല്ലെ. ബേസ് ആണ്, നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതാണ്. കോപ്പറേഷൻ ഇതൊന്നും വലിയ പ്രശ്നമില്ല, എല്ലാവർക്കും പൊതുവെ നമ്മുടെ കോർ സബ്ജക്റ്റിൽ. ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ 160 ക്വസ്റ്റ്യൻസ് വായിച്ച് ആ സ്പീഡപ്പിൽ ഇത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ലിസ്റ്റിൽ ഉണ്ടാവില്ല. എല്ലാവരും ഫിനിഷ് ചെയ്യണം, കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ഒരു 10 ദിവസം മുന്നേ മുതൽ രാവിലെ എണീറ്റ് ഒരു 2 മണിക്കൂർ OMR ഷീറ്റിൽ തന്നെ ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തത് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ. അപ്പോൾ ഈ 3 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മുതൽ ഇത് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ലാസ്റ്റത്തെ ഒരു 1 മന്തിൽ നമ്മൾ റെഗുലർ ബേസിസിൽ OMR ഷീറ്റിൽ തന്നെ ഇത് ചെയ്ത് പ്രാക്ടീസും കൂടി ചെയ്യണം. അതല്ലെങ്കിൽ എക്സാമിൽ ക്ലിയർ ചെയ്യില്ല. മാത്സും കൂടി വരുന്നത് കൊണ്ട് നമുക്കിത് ചില കുട്ടികൾക്ക് ഫിനിഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു എക്സാം സ്ട്രാറ്റജി എന്ന് പറയുന്നത് 2 മണിക്കൂറിലെ ആദ്യത്തെ 1 അവർ കൊണ്ട് കോർ സബ്ജക്റ്റിൽ എഴുതി തീർക്കുക. ബാക്കി മാത്സിന് വേണ്ടി എങ്ങനെ ഒരു 20-25 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. കാരണം സീരീസുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ആദ്യം മാത്സ് എഴുതുമ്പോൾ ഒരു സീരീസ് തുടങ്ങരുത്, ടൈം അവിടെ നമ്മൾ ലോക്ക് ആയി പോകും. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ ആ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ നോക്കി മാത്സിൽ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ടോപ്പിക് ആദ്യമേ ചെയ്തു വെക്കുക. ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ എടുക്കുമ്പോൾ 1-2 കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഫുൾ ബ്ലാങ്ക് ആയി. അപ്പൊ അത് ഓരോരുത്തരെ കുറച്ച് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം മാത്സ് എഴുതുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ആദ്യം കയറി സീരീസിലേക്ക് ചെയ്യാതിരിക്കും. കാരണം സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് വരും, ഡിലേ വരും ചെയ്തു വരാൻ അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അഞ്ചിലേക്ക് ഉപയോഗിച്ച ആ ടെക്നിക്ക് എന്താണ്, ആ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ ടോപ്പിക് ചെയ്താൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ള ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത്. അപ്പം അങ്ങനെ എന്താണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് ഉള്ളൊരു ജീവനക്കാരി അല്ലെ, 1ാം റാങ്കിൽ തന്നെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഒരു മാനസികാവസ്ഥ? ഇപ്പം അന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു ടെൻഷൻ, ഭയങ്കര ഹ്യൂജ് ടെൻഷൻ. സാറേ എന്താണ് ഞാൻ ഓർക്കുന്നത്, പഞ്ചായത്ത് പേഴ്സണായിട്ട് അറിയാം, അന്നത്തെ ക്ലാസ്സുകളിലൊക്കെ എന്താ സാറേ ഭയങ്കര പാടാണ്, ഒരു ടെൻഷനാണ് അല്ലേ. ഒരുപാട് കൂടെ ഉള്ളവർക്കെല്ലാം എന്താണ് എല്ലാവരും ചോദിക്കുന്നത് ജോലിയായില്ലേ, നാട്ടുകാരൊക്കെ ചോദിക്കുന്നത് ജോലിയായില്ലേ, ഇന്ന് പഠനമാണല്ലോ. അപ്പോൾ ഇപ്പോൾ അവരുടെ മുൻപിലൊക്കെ തെളിയിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ എന്താണ് ഒരു മാനസികാവസ്ഥ, മാനസികമായിട്ടുള്ള ഇമോഷണലായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. കാരണം ഒരു ഗവൺമെന്റ് പേപ്പറിൽ അല്ലെ, ബോർഡ് എക്സാം, അതായത് നമ്മുടെ CSB ബോർഡിന്റെ, ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ CSCB ബോർഡിന്റെ ആ പേപ്പർ നിങ്ങൾക്ക് അഡ്വൈസ് വന്നിട്ടുണ്ട് അല്ലേ. പക്ക ഒരു ഗവൺമെന്റ് പേപ്പർ തന്നിട്ടുണ്ട്. എന്താണ് ആദ്യമായിട്ട് അത് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ നമ്മൾ എത്രയോ നാളുകൾ കഷ്ടപ്പെട്ടു ഈ ഒരു പേപ്പർ കിട്ടാൻ വേണ്ടി, ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടാൻ വേണ്ടി എത്രയോ നാളുകൾ കഷ്ടപ്പെട്ടു. പിന്നെ മാനസികപരമായിട്ട് തോന്നുന്ന ആ ഒരു അവസ്ഥ എന്താണ്? കാരണം എല്ലാവരും മനസ്സിലാണ്. കാരണം പല കുട്ടികളും നമുക്കറിയാം ഈ ജോലി കിട്ടുന്നില്ല, അതിന് മുമ്പ് പഠിക്കുന്ന സാഹചര്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അല്ലെ, ഒരുപാട് പ്രഷർ എന്ന് പറയാം. കാരണം നമ്മൾ എത്രയോ കാര്യങ്ങൾ മാറ്റി വെച്ചാണ് പഠിക്കുന്നത് അല്ലേ. നമുക്ക് ചില യാത്രകൾ, ഫാമിലിയായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് യാത്രകളും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുമായിട്ട് ചിലവഴിക്കുന്ന സമയം പോലും നമ്മൾ ചിലവഴിക്കാതെ, കുഞ്ഞിൻ്റെ കാര്യങ്ങളും പോലും ചില സാഹചര്യത്തിൽ അല്ലേ, ഓക്കെ ഇങ്ങനെ പോലും ഫാമിലി ഏൽപ്പിച്ച് പഠിക്കുന്നത്. കാരണം അതുപോലെ സ്ട്രെസ് അല്ലെ, സ്ട്രഗിളിംഗ് എന്ന് പറയാം അല്ലെ, ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് എല്ലാ സ്റ്റുഡൻസും അങ്ങനെയാണ്, സ്ട്രഗിൾ ചെയ്താണ് പഠിക്കുക. അപ്പോൾ അതിനെല്ലാം ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് അല്ലേ. നമ്മൾ എടുത്ത ആ ഒരു എഫേർട്ടിന്, പഠിച്ച് നമ്മൾ ചിലവാക്കിയ സമയത്തിന്, ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടിയിരിക്കും. ഇപ്പം മാനസികമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സന്തോഷം എന്താണ് ഇപ്പോൾ ഒരു ഫീൽ ആ വിദ്യാർത്ഥിയിൽ നിന്ന് ജീവനക്കാരിയായി മാറി. എന്താണ് പറയാനുള്ളത്?
ഇത് പ്രധാനമായിട്ടും ഒരു പെൺകുട്ടി ആകുമ്പോഴുള്ളൊരു പ്രശ്നമാണിത്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇതിൻ്റെ ഇടയിൽ പഠിക്കാൻ പറ്റുന്നതൊരു വലിയ ഇഷ്യൂ ആണ്. നമ്മളതൊരു പഞ്ചമത്സരത്തിൽ ദീർഘനാളത്തേക്കാണ് വെച്ചാൽ ആൾക്കാർക്ക് മുഷിച്ചിലും വരും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് കിട്ടാമോ അത്രയും കുറച്ച് സമയത്ത് തന്നെ ഇത് അച്ചീവ് ചെയ്യാൻ നോക്കണം. അതല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്ക് സ്വയമേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും മിനിമം ടൈമിൽ കിട്ടണമെങ്കിൽ കുറച്ച് സമയത്ത് മാക്സിമം എഫേർട്ട് തന്നെ ഇടുക. അത്രയ്ക്ക് എഫേർട്ട് ഇടുക. കുറച്ച് നാളാണെങ്കിൽ കുറച്ച് നാൾ ഫുൾ വേറെ ഒന്നിനും പോകാം. അപ്പോൾ കുട്ടീനെ നോക്കേണ്ട, അവർക്ക് അസുഖം വന്നാൽ അതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ ഹെഡ്സെറ്റും ചെവിയിൽ ഇതിങ്ങനെ വെച്ച് പൂർണ്ണമായും നമ്മൾ അതിലായിരിക്കണം. ബാക്കി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് എപ്പോഴും പഠിക്കുന്നതിൽ തന്നെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അപ്പോൾ അതുതന്നെയാണ് പറയാനുള്ളത്. നമ്മളൊരു എന്താ പറയുക, ഒരു ഡിസിപ്ലിൻ നമ്മുടെ പഠനത്തിൽ നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരിക. ഒരു ചിട്ടയോടെയുള്ള പഠനമല്ലേ. കാരണം ഓരോ ദിവസവും നമ്മൾ ഇത്രത്തോളം ടോപ്പിക്സുകൾ കവർ ചെയ്ത് ഇത്രത്തോളം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇതൊരു വിജയം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ആക്സിഡന്റ് അല്ല അല്ലേ, പെട്ടെന്ന് കിട്ടുന്നതല്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താണ് നമുക്ക് ലഭിക്കാവുന്നത്. അപ്പോൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഒരുപാട് പഠിച്ച് വിജയത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടീം എൻട്രിയുടെ എല്ലാ വിധത്തിലുള്ള എന്താ പറയുക കൺഗ്രാജുലേഷൻസ്, ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇപ്പോൾ ജൂനിയർ കരിക്കുലർ പോസ്റ്റാണ് കയറിയിരിക്കുന്നത്. ഇനി നമ്മുടെ മുന്നിൽ അവസരങ്ങളുണ്ട്. ഓക്കെ, അസിസ്റ്റന്റ് സെക്രട്ടറി അങ്ങനെ കിടക്കുകയാണ് അവസരങ്ങൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പഠനം ഒരിക്കലും അവസാനിപ്പിക്കാതെ പഠിച്ചുകൊണ്ടേയിരിക്കുക. നല്ലൊരു പോസ്റ്റ് ഇപ്പോൾ ജൂനിയർ ക്ലർക്കായിട്ട് കയറുന്നു, ഒരു വർഷം നിൽക്കുക, നേരെ എന്താണ് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കുള്ള എക്സാംസ് എഴുതുക, വർക്കുകളൊക്കെ പഠിക്കുക. നമുക്ക് എന്താണ് ഒരു കരിയർ ഇവിടെ പോരാ, ജൂനിയർ ക്ലർക്ക് പോരാ, നമ്മൾ ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മൾ കരിയർ എത്തിക്കുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ എൻട്രിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും മിനിമം ടൈമിൽ തന്നെ ഇത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. 3 മാസം ടു അല്ലെങ്കിൽ ഒരു 3 months to 6 months നമുക്കിത് കിട്ടും. അത്രയും എഫേർട്ട് ഇട്ടാൽ നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും ചെറിയ കാലയളവിൽ തന്നെ എല്ലാവരും ഇത് അച്ചീവ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻട്രി ആപ്പിന് എൻ്റെ സ്പെഷ്യൽ താങ്ക് യു. എൻട്രി ആപ്പ് തന്ന ഗ്രൂപ്പും എൻട്രി ആപ്പിൻ്റെ മെൻറ്റർഷിപ്പുമാണ് എനിക്ക് ഈ അച്ചീവ്മെൻറ്റ് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താങ്ക് യു.